പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് ഖത്തറിലെ സഫ്ലിയ ഐലൻഡിലേക്കുള്ളൊരു ചെറിയൊരു ബോട്ട് യാത്രയാണ്. ഏകദേശം 25 ആളുകൾക്ക് പോകാൻ പറ്റുന്ന ഒരു ബോട്ടായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഇതിൽ മാക്സിമം ആണ് 25. ഇതിൻ്റെ ക്യാഷ് വരുന്നത് പെർ അവർ 300 റിയാലൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ പൈസ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് മാത്രം യാത്ര ആരംഭിക്കുക. അല്ലാതെ പക്ഷേ അവർ നമ്മളുള്ളിലെത്തി തിരിച്ചു വന്ന് പല തരത്തിലുള്ള കാര്യങ്ങളും സംസാരിച്ചിട്ട് എക്സ്ട്രാ പൈസ നമ്മളോട് വാങ്ങും. വേണ്ടിയിട്ട് നൗഫൽ ഖാൻ്റെ ഇൻസ്ട്രക്ഷന് എല്ലാവരും കേട്ടിരിക്കുകയാണ്. അതിനുശേഷം മോയിൻ സാഹിബ് അവരെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ഇതാണ് ഖത്തറിൻ്റെ സായാഹ്ന കാഴ്ച. നമുക്കറിയാം ഖത്തർ ചുറ്റപ്പെട്ടത് കടലിനാൽ ചുറ്റപ്പെട്ടൊരു രാജ്യമാണ്. അതുകൊണ്ട് കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ആക്ടിവിറ്റീസുകളും ഖത്തറിൽ നമുക്ക് കാണാൻ പറ്റും. ദോഹ കോർണിഷിൽ നിന്നും 30 മിനിറ്റിൻ്റെ യാത്രയാണ് സഫ്ലിയ ഐലൻഡിലേക്കുള്ളത്. സഫ്ലിയ ഐലൻഡിൻ്റെ അടുത്തെത്തിയിട്ട് നമ്മുടെ ബോട്ട് അവിടെ നങ്കൂരം അടിച്ചിട്ട് പിന്നെ അതിനുശേഷം ചെറിയ ബോട്ടിൽ നമുക്ക് ഐലൻഡിലേക്ക് പോകാനാണ് സാധിക്കുക. ഇതാണ് ഖത്തറിൻ്റെ ഒരു വൈകുന്നേരത്തെ കാഴ്ച. ഖത്തറിൻ്റെ പ്രധാന ബിൽഡിങ്ങുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ദോഹ കോർണിഷ്. ഇതിൻ്റെ കാഴ്ച വൈകുന്നേരത്തെ കാഴ്ചയും അതുപോലെ തന്നെ രാത്രി കാഴ്ചയും വ്യത്യസ്തമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പം യാത്രക്ക് പോകുമ്പോൾ വൈകുന്നേരത്തെ സമയവും അതുപോലെ തന്നെ രാത്രിത്തെ സമയവും നമുക്ക് കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലാവുന്നതാണ് നല്ലത്. എന്നിരുന്നാൽ നമുക്ക് 2 തരത്തിലുള്ള കാഴ്ചകളും കിട്ടും. 2 സമയത്തുള്ള ഫോട്ടോസും നമുക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ ശ്രദ്ധിച്ചാൽ കാണാം, ഇപ്പോഴും കാണുന്ന ദോഹ കോർണിഷിലെ ബിൽഡിങ്ങുകളുടെ കാഴ്ചയും വൈകുന്നേരത്തെ കാഴ്ചയും ഡിഫറൻസ് ആണെന്നുള്ളത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ബോട്ടിലൊക്കെ പോകുമ്പോൾ കുട്ടികളെ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം. എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗങ്ങളിലൊക്കെ വളരെ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് കുട്ടികളൊക്കെ ചാടി പോകാനുള്ളൊരു സാധ്യതകളുണ്ട്. ഈ ഒരു ഡിവൈസാണ് നമ്മുടെ ബോട്ടിൻ്റെ എന്താ പറയുക സ്പീഡ്, അതുപോലെ തന്നെ ആ മാർക്ക് കാണുന്നത് അവരുടെ എത്ര തവണ അവർ ആ റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ ഡെപ്ത് എത്രയുണ്ട് എന്നുള്ളതൊക്കെ കാണുന്നൊരു മീറ്ററാണ്. ഇവിടെയൊക്കെ ഏകദേശം വരുന്നതെന്ന് പറഞ്ഞാൽ 8 മുതൽ 10 വരെ മീറ്റർ താഴ്ചയാണ് പറയുന്നത്. ആ ദൂരെ കാണുന്ന ബിൽഡിംഗാണ് ഖത്തർ എയർവേസിൻ്റെ എയർപോർട്ട്. ഇപ്പോൾ സൺസെറ്റിന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ ഒരു സൺസെറ്റായിരുന്നു ഞങ്ങൾക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം സഫ്ലിയ ഐലൻഡിന് തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറേ ബോട്ടുകൾ ഇവിടെ നങ്കൂരമിട്ട് പലരും ബോട്ടിൽ നിന്നും ഡൈവ് ചെയ്യുന്നത് കാണാം നമുക്ക്. ഞങ്ങളും അതുപോലെ തന്നെ ബോട്ടിൽ നിന്ന് ഡൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ രാത്രിയാണ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ വെള്ളത്തിലിറങ്ങുമ്പോൾ നമ്മൾ അറിയാത്ത സ്ഥലങ്ങളാണ്, ലൈഫ് ജാക്കറ്റ് നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം. ഈ ഒരു കാഴ്ച വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഈ യാത്രയിൽ ഉണ്ടായിരുന്നത്. നല്ലൊരു സൺസെറ്റ്, അതുപോലെ തന്നെ ദോഹയുടെ ബിൽഡിങ്ങുകൾ, അങ്ങനെ അവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസുകൾ എല്ലാം നമുക്ക് ഒരേ ഫ്രെയിമിൽ ഇങ്ങനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റുകൾ പോകുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് ഒരേ ഫ്രെയിമിൽ നമുക്ക് കാണാം. ഈ കാണുന്നതാണ് സഫ്ലിയ ഐലൻഡ്. ഈ മുമ്പ് കാണുന്ന മൺതരികളാണ് സഫ്ലിയ ഐലൻഡ്. അവിടേക്ക് നമ്മൾ നമ്മുടെ മെയിൻ ബോട്ട് അവിടെ നിർത്തിയിട്ട് പിന്നെ ചെറിയ ഫൈബർ ബോട്ടിൽ നമ്മൾ അതിനടുത്ത് വരെ പോവുകയാണ് ചെയ്യൽ. അതിന് അവർ ശരിക്കും നമ്മളോട് എക്സ്ട്രാ ചാർജ് ഈടാക്കും. പക്ഷേ നിങ്ങളത് മുൻകൂട്ടി പറഞ്ഞാൽ നമ്മൾ ബോട്ടിൻ്റെ കൂടെ ആ ചെറിയ ബോട്ടും കൊണ്ടുവരണം എന്നുള്ളൊരു നിയമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേക ചാർജൊന്നും കൊടുക്കണ്ട. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻകൂട്ടി പറഞ്ഞ് തീരുമാനമാക്കിയിട്ട് മാത്രം യാത്ര ആരംഭിക്കാം. അല്ലാത്ത പക്ഷേ നമ്മൾ തിരിച്ചെത്തി കഴിയുമ്പോൾ നമ്മുടെ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിനെക്കാട്ടിലും പുറത്തായിരിക്കും നമ്മുടെ ബഡ്ജറ്റ് എത്തിപ്പെടുക. ഇനി ഞങ്ങൾ ഇവിടുന്ന് ബോട്ടിലേക്ക് മാറി കയറിയിട്ട് ഉള്ളിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ഒരു ബാച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ബാച്ചിലുള്ള എല്ലാവരും ഉള്ളോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി തിരിച്ചവർ വന്നിട്ട് സെക്കൻഡ് ബാച്ചിലെ ആളുകൾ എടുത്ത് പിന്നെയും അങ്ങോട്ട് പോയിട്ട് കുറേ തവണ അവർ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട്.
നമുക്ക് ബോട്ടിൽ നിന്നും ഫിഷിങ്ങിനുള്ള സൗകര്യമുണ്ട്. പക്ഷേ അതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ കുറേ സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്യണം. എന്നാലൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നമ്മൾ ബോട്ടിൽ അവിടെ എത്തി. അടുത്ത ടീംസ് തിരിച്ച് വീണ്ടും ബോട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോട്ട് പോകുന്നതനുസരിച്ച് ഓരോരുത്തർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടുന്ന് വെള്ളത്തിൽ കളിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ ബന്ധപ്പെട്ടവർ കുട്ടികളെ ശ്രദ്ധിച്ച് അവരുടേതായ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയ ആണ് സഫ്ലിയ ഐലൻഡ്. ഇവിടെ നിന്ന് നമുക്ക് നല്ല വിശാലമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മുകളിൽ കയറിയിരിക്കാം. അതുപോലെ തന്നെ അവിടുന്ന് സൺസെറ്റ് ആസ്വദിക്കാം, ദോഹയുടെ രാത്രി കാഴ്ചകൾ ആസ്വദിക്കാം. എല്ലാം പറ്റുന്നൊരു സൗകര്യമുള്ളൊരു ഏരിയ ആണ് സഫ്ലിയ ഐലൻഡ്. ഇതാണ് മുമ്പ് പറഞ്ഞത് ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ്, അതുപോലെ തന്നെ ബോട്ട്, ഖത്തറിലെ ബിൽഡിങ്ങുകൾ, കടൽ എല്ലാം കൂടി ഒറ്റ ഫ്രെയിമിൽ വരുന്ന കാഴ്ചകൾ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബോട്ടിലേക്ക് തന്നെ വന്ന്. ബോട്ടിൽ പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായാലും ക്ഷീണം വരുന്നുള്ളത്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ബനാന ഫ്രൈസും റെഡിയാക്കി, ചായ, പിന്നെ അതിന് ശേഷം ഞങ്ങൾ നെയ്ച്ചോറ്, ബീഫ് കറി, ചിക്കൻ ഫ്രൈ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തയ്യാറാക്കാനുള്ള സൗകര്യം നമുക്ക് ബോട്ടിലുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു നമ്മൾ ബോട്ടിൽ നിന്നും ചാടി കുളിക്കാൻ പറ്റുന്ന സൗകര്യം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ചാടി കുളിക്കുകയും വളരെ ആസ്വദിച്ചൊരു ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ഭാഗത്തൊക്കെ ചാടുമ്പോൾ നല്ലത് നമുക്കൊരു ലൈഫ് ജാക്കറ്റ് യൂസ് ചെയ്യുന്നതാണ്. നമുക്കറിയാത്ത ഏരിയ ആയിരുന്നു, അതാണ്. അപ്പോൾ എല്ലാവരും അവരുടെ ഉയരം കാത്തിട്ട് ചാടാൻ നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ മാറിയിട്ട് ചാടാനുള്ള ഒരുക്കത്തിലാണ്. ഇവിടെ സക്കീർ കാക്കയും ഫാദും വളരെ ഭംഗിയായിട്ട് നല്ല രസത്തിലുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണ്. നല്ല നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും ബീഫ് കറിയൊക്കെ. ഇതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത് ഖത്തറിൻ്റെ രാത്രി കാഴ്ച. അതൊരു വേറെ വൈബാണ്. ജാബി ഇവിടുന്ന് സാലഡ് ഉള്ള തയ്യാറെടുപ്പിലാണ്. നൗഫൽക്ക ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു. സക്കീർക്ക ഡാൻസിലാണ് ഭക്ഷണം റെഡിയാക്കുന്നത്. അതിൻ്റെ കൂടെ ഡാൻസ്. നല്ല ചിക്കൻ 65 അതായിരുന്നു മെയിൻ ഹൈലൈറ്റ്. ചിക്കൻ്റെ ഒരു കഥ പറയാനുണ്ട്. ചിക്കൻ എടുക്കാൻ മറന്നുപോയിട്ട് രണ്ടാമത് തിരിച്ച് റൂമിൽ വന്നിട്ട് എടുത്തു പോയതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളാണ്. കുട്ടികളൊക്കെ എപ്പോഴോ വിശന്നിരിക്കുകയാണ്. അപ്പം ഭക്ഷണത്തിൻ്റെ ഒരുക്കങ്ങളാണ്. നെയ്ച്ചോറ്, ചിക്കൻ ഫ്രൈ, ബീഫ് കറി, അതുപോലെ തന്നെ മോയിൻ സാഹിബിൻ്റെ ഒരു സ്പെഷ്യൽ ടൊമാറ്റോ ഫ്രൈ, സാലഡ്, തൈര്, എല്ലാ ഐറ്റംസും അടങ്ങിയൊരു പാക്കേജ് ആയിരുന്നു എന്ന് പറയാം. ഏതായാലും ഞങ്ങളുടെ കാഴ്ചകൾ അവസാനിച്ച് യാത്ര ഇവിടെ നിർത്തിയിട്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ ഖത്തറിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. രാത്രി കാഴ്ചയും വൈകുന്നേരത്തെ കാഴ്ചയും മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.